അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും കൂടി ഒപ്പം വരുമ്പോൾ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ജി ഓഫ് എ ടു ജി ഓഫ് ബി ഇൻറ്റു എഫ് ഓഫ് യു ഡി യു ആയിരിക്കും, വേർ യു ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഈ മെത്തേഡിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്നാ പറയാ. അതായത് ഒരു ഇന്റഗ്രലില് കാണുമ്പോൾ അതിന്റെ ഫംഗ്ഷനും ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവും കൂടി ഒപ്പം വരികയാണെങ്കിൽ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പൊ അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. ആദ്യത്തെ ഇന്റഗ്രൽ 0 to 1 root of t raised to 5 plus 2t into 5t raised to 4 plus 2 dt. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ t raised to 5 plus 2tന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും നമ്മളുടെ 5t raised to 4 plus 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് u ഈക്വൽ ടു t raised to 5 plus 2t. ഏത് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണോ ഒപ്പമുള്ളത് ആ ഫംഗ്ഷനെ നമ്മൾ u എന്ന് വിളിച്ചു. ഇനി ആ ഫംഗ്ഷന്റെ വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് u വിത്ത് റെസ്പെക്ട് ടു, ഇവിടെ ടി അല്ലേ, അപ്പൊ ടി ഗിവ്സ് യുവിനെ വിത്ത് റെസ്പെക്ട് ടു ടി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഡി യു ബൈ ഡി ടി ഈക്വൽ ടു ടി റേസ് ടു 5ന്റെ ഡെറിവേറ്റീവ് 5t raised to 4 പ്ലസ് 2tയുടെ ഡെറിവേറ്റീവ് 2. ഇനി ഈ ഡി ടിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ ഡി യു ഈക്വൽ ടു 5t raised to 4 പ്ലസ് 2 dt. അതുകൊണ്ട് ഈ കഷ്ണം മൊത്തം നമുക്ക് കിട്ടി 5t raised to 4 പ്ലസ് 2 dt. ഇനി ചെയ്യേണ്ടത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ഇന്റഗ്രേഷന്റെ ലിമിറ്റുകൾ മാറ്റണം. അപ്പോ when t ഈക്വൽ ടു 0 u എന്താവും, അതായത് യുവിൽ ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 raised to 5 പ്ലസ് 2 into 0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി when t ഈക്വൽ ടു നമ്മളുടെ 1 ആവുമ്പോൾ യുവിന്റെ വാല്യൂ 1 raised to 5 പ്ലസ് 2 into 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി ഇതെല്ലാം കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ therefore integral 0 to 1 root of t raised to 5 plus 2t into 5t raised to 4 plus 2 dt എന്ന് പറയുന്നത് 0 മാറി ഇപ്പുറത്ത് വരുന്ന വാല്യൂ 0, 1 മാറി ഇപ്പുറത്ത് വരുന്ന വാല്യൂ 3. ഇനി t raised to 5 plus 2t അതിന് പകരം u എന്ന് കൊടുക്കുക. അപ്പോൾ റൂട്ട് യു. ഇനി ഈ ടേം 5t raised to 4 plus 2 into dt അതിന് പകരം du എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വലിയൊരു ഇക്വേഷൻ ഒന്ന് ചുരുങ്ങി ചെറുതായി. ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, പെട്ടെന്ന് ചെയ്യാം. നമുക്ക് u raised to 1 by 2ന്റെ അല്ലേ, അപ്പൊ u raised to 3 by 2 by 3 by 2 ലിമിറ്റ് 3 0. This is equal to 3 raised to 3 by 2 by 3 by 2 equal to 2 by 3 into 3 root 3.
ഈക്വൽ ടു 2√3 എന്ന് കിട്ടും നമുക്ക്. വരാൻ കാരണം 3/3/2 നമുക്ക് 3/1/2 ഹോൾ ക്യൂബ് എഴുതാം. അതായത് √3 ക്യൂബ് ഈക്വൽ ടു 3√3 എന്ന് കിട്ടും. അടുത്തൊരു ഹോംവർക്കാണ്. ഹിന്റ് തരാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സൈൻ തീറ്റ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ എന്തിന്റെ ഡെറിവേറ്റീവാ? മൈനസ് കോസ് തീറ്റയുടെയാണ്. അപ്പൊ ഹിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് യു ഈക്വൽ ടു ഒന്നെങ്കിൽ കോസ് എക്സ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ മൈനസ് കോസ് എക്സ് എന്ന് കൊടുക്കുക. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ചെയ്ത് നോക്കുക. അടുത്തൊരു തിയറാണ്, പേരുള്ള തിയറം. ഇന്റഗ്രൽസ് ഓഫ് ഈവൺ ആൻഡ് ഓഡ് ഫങ്ഷൻസ്. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ എഫ് ഈവൺ ആവണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഇനി എഫ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. ഇനി സ്റ്റേറ്റ്മെന്റ് പറയാം. സപ്പോസ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് എ എ. ആദ്യത്തെ if f is even, then integral minus a to a f of x dx equal to 2 times integral 0 to a f of x dx. രണ്ടാമത്തത് if f is odd, then integral minus a to a f of x dx equal to 0. അപ്പൊ നമുക്കിത് പ്രൂവ് ചെയ്യാം. സിമ്പിൾ പ്രൂഫ് ആണ്. പ്രൂഫ് നമുക്ക് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് ഇന്റഗ്രൽ മൈനസ് എ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്റഗ്രേഷന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് ടേമിൽ മാത്രം നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് യു ഈക്വൽ ടു മൈനസ് എക്സ്, അതായത് എക്സ് ഈക്വൽ ടു മൈനസ് യു. അപ്പൊ ഇനി യുനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് du ഈക്വൽ ടു മൈനസ് ഡി എക്സ്, വിച്ച് ഇംപ്ലൈസ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി യു. ഇതെല്ലാം നമുക്ക് ആവശ്യം വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് എന്താ വരാന്ന് കൂടി നോക്കണം. അപ്പൊ വെൻ എക്സ് ഈക്വൽ ടു മൈനസ് എ, എക്സ് മൈനസ് എ ആവുമ്പോൾ യുവിന്റെ വാല്യൂ മൈനസ് ഓഫ് മൈനസ് എ എന്ന് വരും. എക്സ് 0 ആവുമ്പോൾ യുവിന്റെ വാല്യൂ 0. അപ്പോ ആദ്യത്തെ ടേമിൽ മൈനസ് എക്ക് പകരം അവിടെ എ ആവും, 0ന് പകരം 0 ആവും. എഫ് ഓഫ് എക്സിന് പകരം മൈനസ് യു ആവും, ഡി എക്സിന് പകരം മൈനസ് ഡി യു ആവും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഇപ്പോൾ അവിടെ ഉപയോഗിച്ചത്. രണ്ടാമത്തെ ടേം മാറ്റില്ലാണ്ട് എഴുതാം. ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ മൈനസ് കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. അപ്പൊ മൈനസ് ഇന്റഗ്രൽ എ ടു 0 എഫ് ഓഫ് മൈനസ് യു ഡി യു പ്ലസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്കറിയാം മൈനസ് ഇന്റഗ്രൽ എ ടു 0 എന്ന് പറയുന്നതും ഇന്റഗ്രൽ 0 ടു എ എന്ന് പറയുന്നതും സെയിം ആണ്. പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ലിമിറ്റ്സിനെ നമുക്ക് സ്വിച്ച് ചെയ്യാം. 0 ടു എ എഫ് ഓഫ് മൈനസ് യു ഡി യു പ്ലസ് ഇന്റഗ്രൽ 0 ടു എ
എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, യു ആവുമ്പോൾ ഡി യു വരുന്നു. അപ്പൊ അതേപോലെ നമുക്ക് യു എന്ന് പറയുന്നത് ഒരു വേരിയബിൾ മാത്രമാണ്, ജസ്റ്റ് ഒരു പേരാണ്. അപ്പൊ യുവിന് പകരം നമ്മൾ ഇനി എക്സ് എന്ന് കൊടുക്കുകയാണ്. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of minus x dx plus integral 0 to a f of x dx. ഇനിയിപ്പോ ഇന്റഗ്രേഷന്റെ ലിമിറ്റ് രണ്ടും കോമൺ ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എഴുതാം ഇന്റഗ്രൽ 0 to a f of minus x plus f of x dx. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. ഇനി ആദ്യത്തെ when f is even. f even ആവുമ്പോൾ f of minus x equal to f of x. അപ്പോൾ therefore integral minus a to a f of x dx എന്ന് പറയുന്നത് integral 0 to a f of minus x plus f of x dx ആണ്. ഇത് ഫ്രം ഇക്വേഷൻ 1. ഇനി എഫ് ഓഫ് മൈനസ് എക്സിന് പകരം എഫ് ഈവൺ ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a f of x plus f of x dx. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ 2 times f of x എന്ന് വരും. 2 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് ഇന്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് 2 times ഇന്റഗ്രൽ 0 to a f of x dx എന്ന് കിട്ടും. ഇനി ഇതേപോലെ രണ്ടാമത്തത് when f is odd. f odd ആണെങ്കിൽ f of minus x എന്ന് പറയുന്നത് minus f of x ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാം f of minus x plus f of x എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ substituting the above equation in 1 gives integral minus a to a f of x dx equal to integral 0 to a f of minus x plus f of x മാറി 0 എന്ന് വരും. 0 dx equal to 0 ന്റെ ഇന്റഗ്രൽ 0, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതന്നെ വരും. അപ്പോൾ therefore നമ്മൾ പ്രൂഫായി എഫ് ഈവൺ ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 times ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. എഫ് ഓഡ് ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഹെൻസ് ദ പ്രൂഫ്. അടുത്ത നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Evaluate integral minus 1 to 1 x square plus 2 dx. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോമാണ് മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈ ഫോമാണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഓഡ് ആണോ ഈവൺ ആണോ അതോ ഇത് രണ്ടും അല്ലേ എന്ന് നോക്കണം. അപ്പൊ അത് കാണാൻ വേണ്ടി എഫ് ഓഫ് മൈനസ് എക്സ് കാണാം. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷനിൽ എക്സിന് പകരം മൈനസ് എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടി. ദിസ് ഇംപ്ലൈസ് എഫ് ഈസ് ഈവൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൈനസ് 1 to 1 എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി എക്സ് എന്ന് പറയുന്നത് 2 times ഇന്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി എക്സ് ആയിരിക്കും. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 times എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2x 0 to 1. This is equal to 2 into upper limit 1 by 3 plus 2 minus 0 equal to 2 into 7 by 3 equal to 14 by 3 എന്ന് വരും.
ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോയിട്ടില്ല, അതിന് പകരം എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എഴുതി എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 2 ഇന്റഗ്രൽ 2x അങ്ങനെ ഒരുമിച്ച് എഴുതാം നമുക്ക്. അടുത്തൊരു ഹോംവർക്ക്, evaluate integral -2 to 2 sin x by root of 1 plus x square dx. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് ഈവൺ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ അതോ രണ്ടും അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് കറസ്പോണ്ടിങ് രീതിയിൽ ചെയ്യാം. അടുത്ത കുറച്ച് ഫോർമുലാസ് മാത്രമാണ്. നെറ്റ് ചേഞ്ച് ഫോർമുല. The net change in a function f over an interval closed interval a comma b is given by f of b minus f of a equal to integral a to b f dash of x dx, provided f dash is continuous on closed interval ab. നെറ്റ് ചേഞ്ച് കാണാനുള്ള ഒരു ഫോർമുലയാണ്. അടുത്തത് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ആണ്. റിമാർക്കാണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ആദ്യത്തെ, if f of x greater than or equal to 0 for all x in closed interval a comma b, the area under the graph of f between x equal to a and x equal to b is integral a to b f of x dx. ഇനി രണ്ടാമത്തത്, if f of x is negative at some points of closed interval a comma b, then the area of the region between the graph of f, the x-axis and the lines x equal to a and x equal to b is integral a to b modulus of f of x dx. ഈ രണ്ട് ഫോർമുല നമുക്ക് ആവശ്യമുള്ള ഫോർമുല ആണ്. ആദ്യത്തത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതേപോലെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് ചില പോയിന്റ്സിൽ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ദ റീജിയൻ ബിറ്റ്വീൻ എഫ് ആൻഡ് graph of f, x-axis and the lines x equal to a and x equal to b എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b mod f of x dx ആണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.